കേന്ദ്ര ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണ് സംസ്ഥാനത്തിനുള്ളത്. എയിംസ്, വിഴിഞ്ഞം തുറമുഖത്തിന് പ്രത്യേക വിഹിതം, 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ഇങ്ങനെ പ്രതീക്ഷകളേറെയാണ്. GST നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കണമെന്നും വായ്പാ പരിധി ഉയർത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലും കേരളത്തിന് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. നിരന്തരം കേന്ദ്ര അവഗണനകളുടെ കണക്കുകൾ നിരത്തുമ്പോഴും കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. ധനവിഭവ സ്രോതസ്സുകൾ കുറഞ്ഞതിനാൽ 21,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തിനും വൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. റെയിൽവേ കണക്ടിവിറ്റി, തുറമുഖവുമായി ചേർന്നുള്ള വ്യവസായ ഇടനാഴി, മാരിടൈം ക്ലസ്റ്റർ, ഗ്രീൻ ഹൈഡ്രജൻ ഹബ് തുടങ്ങി വിവിധ മേഖലകളിലായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ അനുബന്ധ വികസനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. കേരളത്തിന്റെ വായ്പാ പരിധി 0.5% കൂടി ഉയർത്തണം. GST നഷ്ടപരിഹാരം പുനഃസ്ഥാപിക്കണം. കൊമേഴ്സ് ഇടപാടുകൾക്ക് ഒരു തുറന്ന പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണം തുടങ്ങിയ ആവശ്യങ്ങളും കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എയിംസ്, ശബരി റെയിൽ എന്നിവ ഇത്തവണയും പ്രതീക്ഷയുടെ പട്ടികയിലുണ്ട്. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങി പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ പാക്കേജ്, മനുഷ്യമൃഗ സംഘർഷങ്ങൾ കുറയ്ക്കാനും കൃഷിനാശം തടയാനുമുള്ള പദ്ധതി എന്നിവയിലും പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെയും ക്ഷേമ പെൻഷൻ, പാർപ്പിട പദ്ധതി ഉൾപ്പെടെയുള്ളവയിലെയും കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്നും കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിനു പുറമെ 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇത്തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.